നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. നമ്മളെപ്പോഴും പറയും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയും. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് വേണ്ടത്. വോട്ടർമാർ മുഴുവൻ വീടുകളിൽ നിന്ന് വന്ന് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മണിക്കൂറുകളോളമാണ് പല പോളിംഗ് ബൂത്തുകളിലെ ആളുകൾ ക്യൂ നിന്നത്. മടുത്തു കുറെ ആളുകൾ പോയി. തിരിച്ചു വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. 2 വോട്ടിനും ഇടയിലുണ്ടായ ഇത്രയും വലിയ ഗ്യാപ്പ് അത് എല്ലാ സ്ഥലത്തും ഇല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രം എന്തുകൊണ്ടുണ്ടായി? നമസ്കാരം. ഇ.പി. ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത്. എന്നിട്ടിപ്പോൾ കൂട്ടുപ്രതിയെ ഒറ്റുകൊടുക്കുകയാണ്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന സ്ഥിതിയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇ.പി. ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണവുമായി വീണ്ടും വി.ഡി. സതീശൻ രംഗത്ത് വന്നത്. CPM ജീർണത ബാധിച്ച പാർട്ടിയായി മാറിയോ? ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച എന്തിന്? രാഷ്ട്രീയമോ ബിസിനസ്സോ? കരുവന്നൂർ അന്വേഷണം കടുപ്പിച്ചത് വോട്ടിനായിട്ടാണ്. ഇപ്പോൾ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി പൊളിറ്റിക്കൽ ഡീലുണ്ടാക്കി. മുഖ്യമന്ത്രി എന്താണ് പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചത്? CPM നേതൃത്വം അതിന് മറുപടി പറയണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇ.പി. ജയരാജനെതിരെ ഏതുവരെ CPMന് പോകാൻ കഴിയും എന്ന സംശയമുണ്ട്. പിണറായിക്ക് എല്ലാം അറിയാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇത്ര മോശമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. വോട്ടിംഗ് മെഷീൻ വ്യാപകമായി കേടായി. തെരഞ്ഞെടുപ്പിൽ ഇതനുസരിച്ച് സമയം നീട്ടി നൽകിയില്ല. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത അവസ്ഥ ഉണ്ടായെന്നും സതീശൻ പറഞ്ഞു. വോട്ടെടുപ്പിൽ നടന്നത് ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടമാണോ? ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, വ്യാപകമായി പല പ്രശ്നങ്ങളുമുണ്ടായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇതും ഒരു കാരണമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയില്ല. തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 വിജയം UDFന് ഉറപ്പാണ്. മുന്നണിയിൽ ഒരു അവസരവുമില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത്. അതാണ് 2020 ആത്മവിശ്വാസത്തിന് കാരണം. അത് കൂട്ടായ്മയുടെ വിജയമാണ്. ഒരു സീറ്റെങ്കിലും പോയാൽ പരിശോധിക്കും. തനിക്ക് അതിന് ഉത്തരവാദിത്വമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം ഇ.പി. ജയരാജൻ വിവാദത്തിൽ കേരളത്തിൽ പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൂടുതൽ പ്രതികരിക്കാതെ യെച്ചൂരി ഒഴിഞ്ഞു മാറുകയായിരുന്നു. വിഷയത്തിൽ യെച്ചൂരി സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചുവെന്നാണ് സൂചന. വിഷയത്തിൽ കൂടുതലൊന്നും തനിക്ക് പറയാനില്ല എന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു. ഇനി ഹിന്ദിയിൽ വേണോ എന്ന് യെച്ചൂരി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണെന്നും എല്ലാ സീറ്റിലും വിജയിക്കാനാണ് മത്സരിക്കുന്നത് എന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. അതേസമയം LDF കൺവീനർ ഇ.പി. ജയരാജൻ്റെ മകനെ ശോഭാ സുരേന്ദ്രൻ കണ്ടിരുന്നു എന്ന് BJP നേതാവ് CG രാജഗോപാൽ പറഞ്ഞു. കൂടിക്കാഴ്ച നടന്ന സമയം താനും അവിടെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവർ എന്താണ് സംസാരിച്ചത് എന്നും അറിയില്ലെന്നും രാജഗോപാൽ വ്യക്തമാക്കി. ഇ.പി. ജയരാജൻ BJPയിൽ പോകുമെന്ന് പറയുന്നത് പച്ച നുണയാണെന്ന് MV ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതോടെ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടുവെന്നും MV ജയരാജൻ വ്യക്തമാക്കി. BJPയും കോൺഗ്രസും തമ്മിലാണ് അന്തർധാരയുള്ളതെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. ഇ.പി. വിഷയത്തിൽ പാർട്ടി നിലപാട് PB അംഗം കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനവും ഇ.പിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് KPCC അധ്യക്ഷൻ തന്നെയാണ് പറഞ്ഞത് എന്നും MV ജയരാജൻ വ്യക്തമാക്കി.